കേരളത്തിൽ മാറി മാറി ഭരിച്ചു വരുന്ന ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമുദായത്തിനു വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവർ മുഴുവൻ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ ക്രൈസ്തവരുടെ BJP ബാന്ധവത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകൾ നടക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടാണ് അത്തരം നിലപാടുകളിലേക്ക് ക്രൈസ്തവ സമുദായത്തിന് പോകേണ്ടി വരുന്നത്? അല്ലെങ്കിൽ ആരാണ് അവരെ അതിലേക്ക് തള്ളിവിടുന്നത്? ഇടത് വലത് മുന്നണികൾ ക്രൈസ്തവർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള നന്മകൾ ഇതുവരെയും കാണാത്തവരാണോ, അതോ ഇരു മുന്നണികളുടെയും ക്രൈസ്തവ വിരുദ്ധ നിലപാടുകളിൽ പൊറുതിമുട്ടിയ സാധാരണ വിശ്വാസികളോ? ഷെക്കൈന ബിഗ് ഡിബേറ്റ് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ക്രൈസ്തവരെ സംഘികളാക്കുന്നത് ആര്? ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പങ്കുചേരുന്നു പ്രൊഫസർ ലോപ്പസ് മാത്യു, LDF-നെ പ്രതിനിധീകരിക്കുന്നു. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, UDF-ന്റെ പ്രതിനിധി. ഡോക്ടർ ചാക്കോ കാളാമ്പറമ്പിൽ, AKCC ക്രൈസ്തവ സമുദായത്തിന്റെ പ്രതിനിധി. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ ലോപ്പസ് മാത്യുവിനാണ്. കാലങ്ങളായി ഇരു മുന്നണികളും കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടുവരും. എന്നാൽ ഈ അടുത്ത നാളുകളിലായിട്ട് ക്രൈസ്തവർ BJP-യിലേക്ക് പോകുന്നു എന്നുള്ള ഒരു ചൂടേറിയ ചർച്ച ഈ സമയത്ത് നടക്കുകയാണ്. എന്നാൽ ഇന്ന് CPM-ന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നു. മാർ ജോസഫ് പാംപ്ലാനിയും മാർ കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ഇതുപോലെയുള്ള BJP അനുകൂല നിലപാടുകൾ പ്രഖ്യാപിക്കുന്നതിന്റെ പിന്നിൽ ക്രിമിനൽ കേസ് നേരിടുന്ന ആലഞ്ചേരി പിതാവിന്റെ മേൽ കേന്ദ്രത്തിന്റെ സമ്മർദ്ദമുള്ളത് കൊണ്ടാണ് എന്നുള്ള ഒരു വലിയ ആരോപണം CPM-ന്റെ മുഖപത്രത്തിൽ ആരോപിച്ചിരിക്കുകയാണ്. അങ്ങ് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഘടകകക്ഷിയുടെ ഒരു നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ വാസ്തവത്തിൽ ഈ പ്രസ്താവന, CPM-ന്റെ ഈ പ്രസ്താവന, പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ഈ വാർത്ത, അത് ഇടതുമുന്നണിയുടെ മൊത്തത്തിലുള്ള നിലപാടാണോ? ഈ കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ആദ്യമേ തന്നെ പറയട്ടെ, ആലഞ്ചേരി പിതാവിന്റെയും അല്ലെ പാംപ്ലാനി പിതാവിന്റെയും അടുത്ത കാലത്ത് BJP നേതാക്കന്മാരുടെ നിലപാട്, അതില് നമ്മൾ വ്യക്തിപരമായ കേസോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് വ്യക്തിപരമായിട്ട് ഞാനോ എൻ്റെ പാർട്ടിയോ ഒരു പരിധിവരെ ഇടതുപക്ഷ മുന്നണിയോ അങ്ങനെ ആണ് എന്ന് വിചാരിക്കുന്നില്ല. നമ്പർ 2, നമ്മുടെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളിലെ ക്രൈസ്തവരാരും BJP-യോട് അടുക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ ആദരണീയരായ കർദിനാളും അല്ലെ പിതാക്കന്മാരും അടുത്ത കാലത്ത് BJP നേതാക്കന്മാര് അരമനകളിൽ ചെന്നപ്പോൾ അവരെ സ്വീകരിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഏത് നേതാവായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായാലും അരമനകളിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പിതാക്കന്മാരെ സന്ദർശിച്ച് ചെല്ലുമ്പോൾ അവര് ഒരു ആതിഥ്യ മര്യാദയൊക്കെ തരളും. അതിനകത്ത് തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് പാംപ്ലാനി പിതാവ് അടുത്ത കാലത്ത് ഒരു പ്രസ്താവന, റബ്ബറിന് 300 രൂപ ആക്കിയാൽ BJP-ക്ക് പ്രയോജനം കിട്ടും. അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ്. റബ്ബറിന് 200, 250, 300 കിട്ടും, നല്ലതാ. കാരണം റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃഷി ഇന്ന് ഉൽപാദന ചെലവിനനുസരിച്ച് വില കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ആ വിഷയം യഥാർത്ഥത്തിൽ കൂടുതലായിട്ട് അഡ്രസ് ചെയ്യേണ്ടതും കേന്ദ്ര ഗവൺമെന്റാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളാണ്. കാരണം ഇറക്കുമതി ചുങ്കം കൂട്ടിയെങ്കിൽ മാത്രമേ പുറത്ത് റബ്ബർ ഇങ്ങോട്ട് വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റബ്ബർ ബോർഡിനെ ശക്തിപ്പെടുത്തി, പണ്ട് റബ്ബറൊക്കെ ഇവിടെ ഉണ്ടാക്കിയത് കൂടുതലായിട്ട് ഉണ്ടായത് റബ്ബർ ബോർഡിന്റെ സബ്സിഡി കൊണ്ടാണ്, സഹായം കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഇപ്പൊ ഇല്ലെന്നായിരിക്കുന്നു. അതുപോലെ ഒരു പരിധിവരെ റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന മറ്റ് നടപടികൾ കുറഞ്ഞിരിക്കുന്നു. അപ്പൊ തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് നയങ്ങൾ, അതുപോലെ വളരെ പ്രത്യേകിച്ച് കഴിഞ്ഞ കേന്ദ്ര കോൺഗ്രസ് ഗവൺമെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ചിദംബരത്തെ ഓർക്കുമ്പോൾ ഈ മദ്രാസിലെ ടയർ കമ്പനികൾക്ക് വേണ്ടി അദ്ദേഹം റബ്ബറിന്റെ വില ഇടിക്കാൻ വേണ്ടി ചെയ്ത നടപടികളൊക്കെ ഏറ്റവും വലിയ ദോഷകരമായ റബ്ബർ കർഷകർക്ക് ഉണ്ടായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അല്ലെങ്കിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള UPA ഗവൺമെന്റ് നടപടികൾ റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പ്രത്യേകിച്ച് റബ്ബർ കൃഷി മേഖലയിൽ ദോഷമുണ്ടായി. അത് നിർത്താൻ വേണ്ടി
ബഹുമാനപ്പെട്ട മാണി സാറ് അതിന് താങ്ങുവില പ്രഖ്യാപിച്ചു. ഇപ്പൊ LDF ഗവൺമെന്റ് 150 170 ആക്കി. ഈ ബഡ്ജറ്റിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടപ്പോൾ 600 കോടി രൂപ പെടുത്തി എന്നൊക്കെയുള്ള കാര്യമുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും റബ്ബറിന്റെ കാര്യം തീരുകയല്ല. റബ്ബറിനെ സംബന്ധിച്ച് അത് കേന്ദ്ര ഗവൺമെന്റ് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒട്ടനവധി വ്യവസായവൽക്കരണം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. പിതാക്കന്മാര് റബ്ബറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ ഈസ്റ്ററിന്റെ കാലത്ത് BJP നേതാക്കന്മാർ അവരെ രാഷ്ട്രീയ നയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ അരമനകൾ സന്ദർശിച്ച് പള്ളികൾ സന്ദർശിച്ച് നേതാക്കന്മാർ ചെന്ന് വർത്തമാനം അതിനകത്ത് വലിയ രാഷ്ട്രീയമായിട്ട് ഞാൻ കാണുന്നില്ല. അത് BJPക്ക് വലിയ ഗുണം ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് പറയുമ്പം BJPയെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുന്ന സമൂഹമല്ല ന്യൂനപക്ഷങ്ങൾ. കാരണം ന്യൂനപക്ഷങ്ങളോട് ഒരിക്കലും ഒരു ആനുകൂല്യം കാണിച്ചിട്ടുള്ള പാർട്ടിയല്ല BJPയും കേന്ദ്ര ഗവൺമെന്റും. എത്രയോ സംഭവങ്ങളാ. ഇപ്പൊ മിനിങ്ങാന്ന് ചൊവ്വാഴ്ച പോലും നമുക്കറിയാം അവിടെ പിന്നെ ഈ ഛത്തീസ്ഗഡില് ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ സാമൂഹികമായും സാമ്പത്തികമായും ബഹിഷ്കരിക്കുന്ന നിലപാടുകളുണ്ടായി. മണിപ്പൂരിലെ 3 പള്ളികള് മിനിങ്ങാന്നാക്കുന്ന സംഭവം ഉണ്ടായി. കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ മാർച്ച് നടത്തിയത്. അത് മഹാത്മാഗാന്ധിയുടെ പൗത്രൻ തുഷാർ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് അതിലേക്ക് വരാം. ഈ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാര് മെത്രാസന മന്ദിരങ്ങളും അതുപോലെ തന്നെ സാമുദായിക നേതാക്കന്മാരുടെയൊക്കെ ഭവനങ്ങളിലും ഒക്കെ സന്ദർശിക്കുന്നതൊക്കെ സർവ്വസാധാരണമായ ഒരു കാഴ്ചയാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. CPM-ന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ വളരെ ശക്തമായ ഒരു ആരോപണം വളരെ രൂക്ഷമായ ഭാഷയിൽ, അതായത് ക്രിമിനൽ കേസ് നേരിടുന്ന മാർ ആലഞ്ചേരിയുടെ മേൽ അതിശക്തമായ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് ഇത്തരം ഒരു നിലപാട്, BJP അനുകൂല നിലപാട് കർദിനാളും മറ്റും സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള വളരെ രൂക്ഷമായ ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഈ ഗവൺമെന്റിന്റെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ അങ്ങ് കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗത്തിന്റെ ഒരു നേതാവാണ്. അപ്പൊ ഇത് നിങ്ങളുടേതും കൂടെ ഉൾപ്പെടുന്ന ഒരു പ്രസ്താവനയാണോ എന്നുള്ളതാണ്. സാറിന്റെ നിലപാട് എന്താണെന്നുള്ളതാണ് എന്റെ ചോദ്യം. അതെ, ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് ഞാനത് അനുകൂലിക്കുന്നില്ല. പാർട്ടിപരമായിട്ട് ആ നിലപാട് പാർട്ടിക്കില്ല. അപ്പൊ ഇതിനെ തള്ളിക്കളയാണ്. ഒരു പരിധിവരെ മുന്നണിയുടെ നിലപാടും അതായിട്ട് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അഭിപ്രായം പാർട്ടി പറഞ്ഞതായിരിക്കാം, എനിക്കറിയില്ല. CPM-ന്റെ ഈ പ്രഖ്യാപിത നിലപാടിനെ അങ്ങയുടെ മുന്നണി കേരള കോൺഗ്രസ് ഇതിനെ തള്ളിക്കളയുകയാണ്. അതെ, നമ്മൾ അതിനെ ആ നിലയ്ക്ക് സ്വീകരിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമാണ്. അങ്ങയുടെ മറുപടി വളരെ കൃത്യമാണ്. അതായത് CPM-ന്റെ പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്ന ഈ വാർത്തയെ അങ്ങ് ഉൾപ്പെടുന്ന കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗം ശക്തമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഓക്കെ, വളരെ കൃത്യമാണ് പ്രൊഫസർ ലോപ്പസ് മാത്യു അങ്ങയുടെ നിലപാടുകള്. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, അങ്ങ് കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ. നിരവധി വിഷയങ്ങളിൽ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വം കേരളത്തിൽ സ്വീകരിച്ചിട്ടുള്ള പല നിലപാടുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ക്രൈസ്തവരെ ഒരുപാട് മുറിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ മുൻപ് ആദ്യം ഒരു ഹാഗിയ സോഫിയ വിഷയത്തിൽ അന്ന് ഈ ചാണ്ടി ഉമ്മനെ പോലെയുള്ള നേതാക്കന്മാരുടെ ചില പ്രസ്താവനകൾ, ചില പ്രസംഗങ്ങൾ, അത് വാസ്തവത്തിൽ ക്രൈസ്തവരുടെ മുറിവിൽ മുളകരച്ച് പുരട്ടുന്നതിന് തുല്യമായിരുന്നു. അതുപോലെ പിന്നീട് മറ്റ് അനേക വിഷയങ്ങളിൽ, ഇപ്പൊ വിഴിഞ്ഞം നിലപാടിലാകട്ടെ, അല്ലെങ്കിൽ ഈ നമ്മുടെ പാലായിലെ കല്ലറങ്ങാട്ട് പിതാവിനെതിരെയുള്ള ആ കേസിൽ 80-20 വിഷയത്തിൽ, ഇവിടെയൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് സതീഷിനെ പോലെയുള്ളവരുടെ നിലപാടുകൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിരുന്നു. അങ്ങക്ക് എന്താണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇത്തരം ഒരു നിലപാടുകളെ കുറിച്ചുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? അങ്ങനെ ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ മോശമായി ചിത്രീകരിക്കുന്ന ഒരു നിലപാടും ഇന്നേ വരെ UDF-ന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ UDF-ന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കാര്യത്തിൽ ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുള്ളൂ. കാരണം ഈ പാലാ പിതാവിന്റെ ആ പ്രസ്താവനയുടെ പേരിൽ അദ്ദേഹത്തിനെതിരെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അന്ന് ശ്രീ VD സതീശൻ പ്രതികരിച്ചത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോഴും മനസ്സിലാക്കിയുള്ള അല്ലെങ്കിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് മതവും രാഷ്ട്രീയവും 2 തലത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ശ്രീ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ഉത്തരേന്ത്യയിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, അവിടെയുള്ള ക്രൈസ്തവ സഹോദരങ്ങൾ അവരൊരുപാട്
വേദനകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവരുടെ സങ്കടങ്ങളൊന്നും കാണാതെയാണോ കേരളത്തിലെ കത്തോലിക്ക സഭാ നേതൃത്വം BJP അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നത്? ഇത് രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഉത്തരേന്ത്യയിലെ ക്രൈസ്തവരുടെ വേദനകൾ കാണാതെ പോകുന്നത് ശരിയാണോ? നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, ഈ അടുത്ത നാളിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമായിട്ട് മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമുക്കറിയാം, ക്രൈസ്തവ സമൂഹത്തിലെ സഭാ നേതൃത്വം അല്ലെ സഭ ജനാധിപത്യ പാർട്ടികളിൽ ആരോടും പ്രത്യേക ഒരു മമതയോ അല്ലെങ്കിൽ ആരോടും ഒരു വൈരാഗ്യമോ ഇല്ല. അതൊരു വസ്തുതയാണ്. എന്നാൽ രാഷ്ട്ര നിർമ്മാണത്തിൽ കൃത്യമായ കാഴ്ചപ്പാടും പങ്കും സഭയ്ക്കുണ്ട് എന്ന് സഭ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ സമുദായം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. സമുദായ അംഗങ്ങൾ ചിന്തിച്ച് പഠിച്ച് വോട്ട് ചെയ്യാൻ പ്രാപ്തരാണ്. ക്രിസ്ത്യൻ സമൂഹം അഭിമുഖീകരിക്കുന്ന നിരവധിയായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, വിദ്യാഭ്യാസ വിഷയങ്ങളിൽ അതിനെക്കുറിച്ച് സമുദായ അംഗങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ കേരളം സാക്ഷരമാണ്. ഉത്തരേന്ത്യയിലെ നടക്കുന്ന പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെ സഭയ്ക്കെതിരായിട്ടോ അല്ലെ വിശ്വാസികൾക്കെതിരായിട്ടോ ഒക്കെ നടക്കുന്ന പീഡനങ്ങൾ എന്ന് പറയുമ്പോൾ, അത് കേവലം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ ചരിത്രമല്ല. അനേക പതിറ്റാണ്ടുകളായി ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് BJP ഗവൺമെന്റ് ഭരിക്കുമ്പോഴുമുണ്ട്, അതിനു മുമ്പ് UPA ഗവൺമെന്റ് ഭരിക്കുമ്പോഴുമുണ്ട്. നിരവധി സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ അങ്ങേയറ്റം അപലപിക്കേണ്ടതാണ്. ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രത്തിൽ അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ തടയാൻ ഭരണാധികാരികൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതെല്ലാ കാലത്തും സഭാ നേതൃത്വവും അതുപോലെ സമുദായ നേതൃത്വവും ഉറക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ അത് ഭരണ സംവിധാനങ്ങളുടെ മുൻപിൽ അവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളും സ്വീകരിച്ചു വരുന്നതാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം, കേരളത്തിലെ താങ്കൾ ചോദിച്ച ചോദ്യം, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയുടെ അനുഭാവം കാണിക്കുന്നു എന്ന് മറ്റുള്ളവരൊക്കെ പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ അതിനകത്ത് ആ ന്യായമായ വിഷയങ്ങളിൽ പോലും കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ മാർക്സിസ്റ്റ് പാർട്ടിയോ മറ്റു മുഖ്യധാരാ പാർട്ടികളോ ആവശ്യമായിട്ടുള്ള ശ്രദ്ധ ചെലുത്തുകയോ അതിന് വേണ്ട പരിഗണന കൊടുക്കുകയോ ചെയ്യാതെ അതിനെ തമസ്കരിക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് അതിന് വേറൊരു പരിവേഷം, മതത്തിന്റെ പരിവേഷമോ അല്ലെ വർഗീയത പരിവേഷമോ കൊടുത്തുകൊണ്ട് അതിനെ പരിഹാസപാത്രമാക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്ത്യൻസിനെ വെറും വോട്ടുകുത്തികൾ എന്ന നിലയിൽ മാത്രം കാണുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ 66 വർഷങ്ങളായിട്ട് 1956 നമ്മുടെ സംസ്ഥാനം രൂപപ്പെട്ടപ്പോൾ ഇങ്ങോട്ട് ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇവർക്കെല്ലാം ലഭിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാവരൊന്നും ഭരണത്തിൽ വന്നത്. എന്നാൽ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നത്, അത് കാർഷിക പ്രശ്നമാകാം, ന്യൂനപക്ഷ അവകാശങ്ങളുടെ നഗ്നമായ ലംഘനമാകാം, അത് ബഫർ സോൺ വിഷയമാകാം, എക്കോ സെൻസിറ്റീവ് ഏരിയ ആകാം, വന്യമൃഗ ശല്യമാകാം, അതുപോലെ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടവാകാം, പട്ടയ പ്രശ്നങ്ങളാവാം. ഇതൊക്കെ തന്നെ പരിഹരിക്കുന്നതിന് ഈ സമുദായം ആവശ്യപ്പെടുമ്പോൾ അതിന് വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതെ അവരെ തമസ്കരിച്ചുകൊണ്ട് അവർ താരതമ്യേന ന്യൂനപക്ഷങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ മുതലെടുപ്പ് നടത്തുന്ന ഒരു സംസ്കാരം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ ക്രൈസ്തവരെ പൂർണ്ണമായും പാർശ്വവൽക്കരിക്കുന്ന തരത്തിൽ ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് രണ്ട് മുന്നണികളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അവിടെയെല്ലാം അത് ചൂണ്ടിക്കാണിക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ മറിച്ച് ചില തെറ്റായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് സമുദായത്തെ ഇകഴ്ത്തി കാണിക്കുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ അയച്ചുവിടുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങൾ അതിന്റെ മറവിൽ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തെറ്റാണെന്ന നിലപാടെടുക്കാൻ ആർജവമുള്ള എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് കേരളത്തിൽ? നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമങ്ങളുടെ മറവിൽ മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് ഈ ജനാധിപത്യ സംവിധാനത്തിൽ തെറ്റാണെന്ന് നിലപാടെടുക്കാൻ ആർജവമുള്ള എത്ര പാർട്ടികൾ ഓപ്പണായിട്ട് ഇത് പറയുന്നുണ്ട്? അപ്പൊ നമ്മളത് ചിന്തിക്കണം. മതേതരത്വത്തെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരാ. ചരിത്രത്തിൽ നിന്ന് നമ്മുടെ സമുദായത്തെ തന്നെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ തന്നെ പിഴുതു മാറ്റുന്ന വിധത്തിൽ ചരിത്ര പുസ്തകങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ
അതിന് 19-ാം നൂറ്റാണ്ടിൽ ശക്തമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അതുപോലെ മാധ്യമ മേഖലയിൽ, കലാമേഖലകളിൽ, സ്ത്രീ ശാക്തീകരണത്തിലൊക്കെ ശക്തമായ നേതൃത്വം കൊടുത്ത ക്രൈസ്തവ സമുദായത്തിലെ നേതൃത്വങ്ങളെ, അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ക്രൈസ്തവ നേതൃത്വങ്ങളെ, അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം പോലുള്ള അയിത്തോച്ചാട് നേതൃത്വമുള്ളവരെയൊക്കെ ചരിത്രത്തിൽ നിന്ന് തമസ്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുകയാണ്. ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുമ്പോൾ ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം, ചരിത്ര പാഠപുസ്തകങ്ങളടക്കം ഇവരൊക്കെ ഒഴിവാക്കപ്പെടുന്നു. സാർ, അതിന്റെ ലക്ഷ്യം എന്താണ്? അങ്ങനെയുള്ള ഈ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളെയൊക്കെ തമസ്കരിക്കുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ അജണ്ടകൾ ഉള്ളതായിട്ട് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ നോക്കുക, ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ ഈ മൈനോറിറ്റിയായ ക്രൈസ്തവ സമൂഹത്തിന് എത്ര അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മന്ത്രിസഭാ തലത്തിൽ. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി ഒരു ന്യൂനപക്ഷ സമുദായമായിരുന്നു, ഈ പ്രാവശ്യം മന്ത്രി മറ്റൊരു സമുദായമാണെന്ന് പറഞ്ഞിട്ട്, ക്രൈസ്തവ സമുദായമാണെന്ന് പറഞ്ഞിട്ട് അധിക നാളുകളാകുമ്പോൾ അതെടുത്ത് മാറ്റുകയാണ്. അതുപോലെ 80-20 അനുപാതത്തിൽ വന്നു. 80-20 അനുപാതത്തിൽ വന്ന പോലെ അത് അനീതിയാണ് എന്ന് പറയുമ്പോൾ ശരിയാണത് ജനസംഖ്യാനുപാതികമായി ഇവിടെയുള്ള മൈനോറിറ്റീസിന്റെ ഇടയിൽ വീതിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാൻ, അത് ചൂണ്ടിക്കാണിക്കാൻ ഏത് രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് വന്നു? അപ്പം ചില മൈനോറിറ്റിയായ ഈ സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മെജോറിറ്റി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ പ്രീണിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഫലമാണോ അതെന്ന് ഞാൻ സംശയിക്കുന്നു. അത് അതിന്റെ പിന്നിൽ ഉണ്ടാവാം തീർച്ചയായിട്ടും. അപ്പോ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടു കൂടി ന്യൂനപക്ഷ അവകാശങ്ങളെയും അതുപോലെ അർഹതപ്പെട്ട ഭരണഘടനയെ അനുശാസിക്കുന്ന, അല്ലാണ്ട് ഏതെങ്കിലും പ്രകടനമല്ല, ഭരണഘടനയെ അനുശാസിക്കുന്ന ന്യൂനപക്ഷങ്ങളുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളെയും സാധിച്ചു കൊടുക്കുന്നതിൽ ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ നിശബ്ദത പാലിക്കുകയോ അതും അല്ലെങ്കിൽ അതിനെ തമസ്കരിക്കുകയോ വരുന്നു എന്നുള്ളത് മറ്റു ചില സംവിധാനങ്ങളെയും രാഷ്ട്രീയ പാർട്ടികളെയും മറ്റു ചില സമുദായ നേതൃത്വങ്ങളെയും സമുദായങ്ങളെയൊക്കെ പ്രീണിപ്പിക്കുന്നതിനാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? അങ്ങനെയല്ലേ നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്നത്? അപ്പൊ ഇതൊരു വലിയ വിഷയമാണ്. ഈ നമ്മുടെ ഇവിടെ ഇപ്പൊ പ്രധാനമന്ത്രിയുമായിട്ട് കത്തീഡ്രൽ പള്ളിയിൽ സന്ദർശനം ഉണ്ടായെന്ന് പറഞ്ഞ ഭരണിക്കുളങ്ങര പിതാവിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ സമുദായത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയില് പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് നമ്മള് മെമ്മോറാണ്ടം കൊടുക്കുകയും പരാതി കൊടുക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തത്. അതേ പിതാവ് തന്നെയാണ് ഇത് സ്വീകരിക്കുന്നത്. ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ക്രൈസ്തവ ദേവാലയം പ്രത്യേകിച്ച് ഒരു വിശേഷ ദിവസം സന്ദർശിക്കുക എന്നുള്ളത് തന്നെ നിസ്സാരമായി കാണേണ്ട കാര്യം എന്താണുള്ളത്? അപ്പൊ ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഭരണ സംവിധാനത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി തയ്യാറാകുന്നതിന്റെ ലക്ഷണമാണ് അതെങ്കിൽ നമ്മൾ എന്തിനാണ് അതിനെ ഭയപ്പെടേണ്ടത്? നമ്മൾ എന്തുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറയണം? അതുപോലെ തന്നെയാണ് നമുക്കറിയാവുന്ന നമ്മുടെ സംസ്ഥാനത്ത് ക്രൈസ്തവ സമുദായത്തിന്റെ കോൺട്രിബ്യൂഷൻസ് അത് സ്വാതന്ത്ര്യ സമരത്തിലായാലും അതിന് മുമ്പായാലും അതിന് ശേഷമായാലും ആർക്കും തമസ്കരിക്കാൻ പറ്റാത്ത വിധത്തിൽ ശക്തമായിട്ടുണ്ട്. പക്ഷെ അതിനെ ആരൊക്കെയോ എവിടെയൊക്കെയോ മറച്ചു വെക്കാനായിട്ട് അത് വെളിച്ചം കാണാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ഈ അടുത്ത 2 പതിറ്റാണ്ടുകളായി കൂടി വരുന്നു എന്നുള്ളത് ആർക്കും വിസ്മരിക്കാൻ കഴിയുന്നതല്ലല്ലോ. ഞാൻ പല ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചല്ലോ ഇതിനകത്ത്. അപ്പൊ അത് ബോധപൂർവമായ ഇപ്പൊ ഹാഗിയ സോഫിയയുടെ കാര്യം താങ്കളിവിടെ സൂചിപ്പിച്ചു. ഹാഗിയ സോഫിയ വിഷയത്തിൽ ഒരു നൂറ്റാണ്ടുകളായി നിലനിന്ന പവിത്രമായ ഒരു ക്രൈസ്തവ ദേവാലയത്തെ മാറ്റി അത് കേവലം ഒരു ഏകാധിപത്യ ഭരണാധികാരി അതൊരു മുസ്ലിം ദേവാലയമാക്കി അല്ലെ മോസ്കാക്കി മാറ്റിയപ്പോ അതിനെതിരെ പ്രതികരിക്കേണ്ടുന്ന ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ സംവിധാനങ്ങൾ വിടിയോ? അതേ സമയത്ത് ആ സമുദായത്തിന്റെ സമുന്നതനായ ഒരു നേതാവ് അതിനെക്കുറിച്ച് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇവിടെ ആർട്ടിക്കിളുകൾ എഴുതി. അതിനെ അനുകൂലിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ചാണ്ടിയുമ്മൻ അടക്കമുള്ള ആളുകൾ തയ്യാറായി മുമ്പോട്ട് വന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു അരക്ഷിതാവസ്ഥ, ഒരു ഒറ്റപ്പെടുത്തൽ, ഒരു തമസ്കരിക്കൽ, ഒരു ഒന്നുമില്ലാതാക്കുന്ന വ്യവസ്ഥയിലേക്കുള്ള പരിഹാസ്യജന്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതോടൊപ്പം കാർഷിക, സാമുദായിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ വെല്ലുവിളി നേരിടുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചിലപ്പോൾ സഭാ നേതൃത്വം കാണിക്കും, ചിലപ്പോൾ സമുദായ നേതൃത്വം ചൂണ്ടിക്കാണിക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ വിഷയങ്ങൾ എന്താണെന്ന് പഠിച്ച് അവരുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറായി വരേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആ വിഷയങ്ങളെയൊക്കെ തമസ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വിഷയങ്ങൾ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിന് മറ്റൊരു കളർ കൊടുത്ത് അതിനെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൂടെയും മാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ
അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ മുറിവിന്മേൽ വീണ്ടും കൊണ്ട് മുളക് തീർക്കുന്ന അനുഭവമാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് ചർച്ചയ്ക്ക് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തിക്കൂടാ? ഈ പറയുന്ന ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തികളെ എന്താണ് നിങ്ങളുടെ പ്രശ്നം? അതാണ് ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ അഭിമുഖത്തിൽ പറഞ്ഞു, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിലെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ എന്താണെന്ന് മനസ്സിലാക്കി അവരുമായിട്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് ഇവിടുത്തെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അതല്ലാതെ അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അവരെ വീണ്ടും വീണ്ടും തമസ്കരിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് യഥാർത്ഥമായിട്ടുള്ള നിരീക്ഷണമാണ്, കാഴ്ചപ്പാടാണ്. അപ്പൊ എന്തുകൊണ്ടൊരു മേശയ്ക്ക് ചുറ്റും നിങ്ങളുടെ വിഷയം എന്താണ്? ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറയാം. അപ്പൊ ഇവിടെ തന്നെ വിലക്കയറ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട LDF-ന്റെ പ്രതിനിധി പറഞ്ഞു, അതായത് റബ്ബറിന്റെ വില എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഞാൻ 100% വിശ്വസിക്കുന്നില്ല. ഇവിടെ 250 രൂപ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് റബ്ബറിന് തറവില നൽകാമെന്ന് ഇവിടെ പ്രകടന പത്രികയിൽ രേഖപ്പെടുത്തി വെച്ചത്? 250 രൂപ റബ്ബർ കർഷകർ 12 ലക്ഷമുണ്ട്. അതേ സമയത്ത് തെങ്ങ് കർഷകർ 40 ലക്ഷത്തോളം ഉണ്ട്. ഈ 12 ലക്ഷം റബ്ബർ കർഷകരുടെ കുടുംബങ്ങൾ 40 ലക്ഷത്തോളം തെങ്ങ് കർഷകരുടെ അല്ലെങ്കിൽ കുടുംബങ്ങൾ അനുഭവിക്കുന്ന യാതനകൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിന് എന്തിനാണ് ഈ റബ്ബർ മുതലാളിമാരുടേതായിട്ട് കാണുന്നത്? ഈ 12 ലക്ഷത്തിലെ 95% ചെറുകിട നാമമാത്ര കർഷകരാണ്. അവർ അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്നവരാണ്. അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കേസെടുക്കുക. പരിസ്ഥിതി സംരക്ഷിക്കപ്പെട്ടുകൊണ്ട് അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന നഗരവാസികൾക്ക് വേണ്ടി ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ ബലിയാടാകണമെന്ന് പറയുന്ന ലോജിക്ക് എന്താണ്? ഞാനിപ്പോ ചോദിക്കുകയാണ്, താങ്കൾ ഈ അരിക്കൊമ്പനെ കുറിച്ച് എത്ര കാലമായി ചർച്ച തുടങ്ങിയിട്ട്? ഈ അരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന 10ഓളം ആളുകളെ കൊല ചെയ്തിട്ട് അനേകം കുടുംബങ്ങളെ തകർത്തിട്ട് ആ ആനയെ വേണ്ട വിധത്തിൽ തളയ്ക്കാനോ അല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലാനാണെങ്കിൽ വെടിവെച്ച് കൊല്ലാനോ ഉള്ള ഉത്തരവിടാനായിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ മടിക്കുന്നത്? അസാധാരണക്കാരായ ജനങ്ങൾ കഷ്ടപ്പെടുകയാണ് അവിടെ. ഇതിനു മുമ്പ് മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോ കൃത്യമായിട്ട് അത് അഡ്രസ് ചെയ്യുകയും വെടിവെച്ച് കൊല്ലേണ്ടതിനെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തിനാണ് നമ്മൾ ഈ തരത്തില് ഒരു ആനയ്ക്ക് വേണ്ടി മനുഷ്യജീവനുകളെ ബലിയാടാക്കുന്നത്, അവരുടെ കുടുംബങ്ങൾ നശിപ്പിച്ച് കളയുന്നത്? ബംഗാളിൽ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. 1 വർഷം ഇതുപോലെ വളരെ ശല്യക്കാരൻ അവർ ആനയെ വെടിവെച്ച് കൊല്ലേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിൽ ഇതുപോലെ കടുവയെ വെടിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്, പുലിയെ വെടിവെച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇത് പറയുന്നത് പോലും വലിയ അബദ്ധമാണ് അല്ലെങ്കിൽ വലിയ അപരാധമാണ് ചിന്തിക്കുന്നതൊക്കെ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത്തരത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ESS വിഷയം അല്ലെങ്കിൽ ബഫർ സോൺ വിഷയം അത് കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പൊ കോടതിയിൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കസ്തൂരംഗൻ വിഷയം അത് ചെയ്യേണ്ടത് ആരാണ്? സംസ്ഥാന സർക്കാരാണ്. പട്ടയ പ്രശ്നം 979 കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളൊക്കെ ഇനി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോ വേണമെങ്കിലും റദ്ദ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നിയമം കൊണ്ടുവരിക. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ പൊറുതി വിട്ടിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക, വീടുകളുടെ പെർമിറ്റിന് വേണ്ടി അനുവദിക്കുക, വിലക്ക് അനുഭവിക്കേണ്ടി വരിക, പെട്രോൾ ഡീസലിന് വില ഇവിടെ കൂട്ടുക, എന്നിട്ട് ഇതെല്ലാം കേന്ദ്രമാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തെ പഴിചാരി രക്ഷപ്പെടുക. അതിനി സാധിക്കുമോ ഈ സാക്ഷര കേരളത്തില്? അത് ഈ ജനങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമില്ലേ? അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ കേന്ദ്രം ചെയ്യേണ്ടത് കേന്ദ്രം ചെയ്യണം, സംസ്ഥാനം ചെയ്യണം. എല്ലാത്തിനും നമ്മൾ പുലി വരുന്നേ എന്ന് ഭയപ്പെടുത്തുകയല്ല വേണ്ടത്. മറിച്ച് നമ്മൾ തിരുത്തേണ്ടത് തിരുത്താൻ, മാറ്റേണ്ടത് മാറ്റാൻ, കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യാൻ, അംഗീകരിക്കേണ്ടത് അംഗീകരിക്കുവാൻ തയ്യാറായാൽ മാത്രമേ ഈ സമൂഹത്തിൽ ഒരു നീതിയുക്തമായ ഭരണമുണ്ട് എന്ന് പറയാൻ അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ആവശ്യമായ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഇടതും വലതും തയ്യാറാകണം. അല്ലാണ്ട് ഇവിടെ പ്രതീക്ഷിച്ചിരുന്ന ചവിട്ടുകൊണ്ട് 66 വർഷക്കാലം അവർ ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമായപ്പോ വീണ്ടും അവരെ പിന്നെ പരിഹസിക്കുകയാണ്. BJP വരുന്നു, വർഗീയ പാർട്ടി വരുന്നു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ്. വേറെ ഒരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇവര് തന്നെയല്ലേ എത്തിച്ചു നിർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ മുങ്ങിച്ചാകാൻ പോകുന്നതിന് കച്ചിത്തിരുമെന്ന് പറഞ്ഞ പോലെ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് കുറ്റപ്പെടുത്താൻ പറ്റുമോ? അത് തിരുത്തി കൊടുക്കേണ്ടത് ആരാണ്? ഭരണത്തിലിരിക്കുന്നതും ഭരണത്തിന്റെ സുഖലോലുപത അനുഭവിച്ചവരുമല്ലേ. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ശ്രീ ചാക്കോ കാളാമ്പറമ്പിൽ, അങ്ങ് ഈ മറുപടിയിൽ ചോദ്യങ്ങളും ആരോപണങ്ങളും ഒക്കെ വളരെ പ്രസക്തമാണ്. വാസ്തവത്തിൽ ഇതിന് മറുപടി പറയേണ്ടത് ഇടത് വലത് മുന്നണികൾ, അവരുടെ പ്രതിനിധികളാണ്. വളരെ വ്യക്തമാണ്. തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞു വരുന്നത്. അതായത് നമ്മളിപ്പോ ഇവിടെ കേരളത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. കേരളത്തിലെ അടുത്ത നാളില് നമ്മളതിനെ മോശമായി അല്ലെങ്കിൽ വേണ്ടാത്ത വിധത്തിൽ ചിത്രീകരിക്കുകയല്ല, മറിച്ച് അങ്ങോട്ട് തന്നെ ചർച്ച ചെയ്യാതെ കാര്യമില്ല കേട്ടോ. വീണ്ടും ഇങ്ങനെ നമുക്കൊന്ന് മാറി ഒരു ബൈബിൾ കത്തിക്കുന്നു.
ഒരു ബൈബിൾ കത്തിക്കുന്നു, പള്ളി ആക്രമണം നടക്കുന്നു. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് വരാം. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് കഴിയുന്നത്? ഡോക്ടർ ചാക്കോ കളപ്പുറം, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ആദ്യത്തെ ചോദ്യത്തിന് അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ പറഞ്ഞ മറുപടി നമുക്കിവിടെ സാങ്കേതിക തകരാറ് മൂലം അവിടുന്ന് അത് കട്ടായി പോയായിരുന്നു. ആ ചോദ്യത്തിന്റെ ആദ്യത്തെ ചോദ്യത്തിന്റെ മറുപടി അങ്ങ് പറഞ്ഞോളൂ. അതിനുശേഷം ഞാൻ ലോപ് സാറിലേക്ക് വരാം. കൃത്യമായി പറയാനുള്ള ഒരു കാര്യം, കേരളത്തിനകത്ത് മറ്റ് 27 സംസ്ഥാനങ്ങളെ പോലെയുള്ള ഏറ്റവും അഭ്യസ്തവിദ്യരായ, പ്രബുദ്ധരായ, കൃത്യമായ രാഷ്ട്രീയമുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് നമ്മൾ കൃത്യമായി എല്ലാ കാര്യങ്ങളെയും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ മതപരമായ രീതിയിൽ മാത്രം രാഷ്ട്രീയത്തെ കാണുകയും ഇതിലേക്ക് കേരളത്തിനെ നയിക്കാനുള്ള വളരെ പ്ലാൻഡ് ആയുള്ള ഒരു നീക്കമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത്. അതിനകത്ത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് സംഘപരിവാറിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സൈബർ ടീം തന്നെ ആയിരക്കണക്കിന് ഫേക്ക് അക്കൗണ്ടുകളിലൂടെ കൃത്യമായി ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ അപകടത്തിലാണ്, അവരുടെ യാതൊരു കാര്യങ്ങളും ഇടതുപക്ഷവും വലതുപക്ഷവും പരിഗണിച്ചിട്ടില്ല, ചെയ്തിട്ടില്ല എന്നുള്ള വളരെ വ്യാജമായ കൃത്രിമമായുള്ള വലിയ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അല്ല, എന്റെ ചോദ്യം അങ്ങയോടുള്ള എന്റെ ചോദ്യം, ഈ ക്രൈസ്തവരെ വേദനിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ക്രൈസ്തവരെ സഹായിക്കുന്നത് പോയിട്ട് അവരെ എതിർക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഉണ്ടായിട്ടുള്ളത്. ക്രൈസ്തവരായ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ക്രൈസ്തവരായ എത്ര മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്? ആ മുഖ്യമന്ത്രിമാർ ഏത് പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്തിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളതെന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. പിന്നെ കേരളത്തെ ഇപ്പൊ പറയുന്ന UDF സംവിധാനത്തിനകത്തോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ ഒരു നേതാവ് പറഞ്ഞ അഭിപ്രായത്തെ അല്ല പ്രസ്ഥാനത്തിന്റെ അഭിപ്രായമായി കാണേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാദേശികമായുള്ള ഒരു വിഷയത്തിലുണ്ടായ ചർച്ചകളോ കാര്യങ്ങളോ അല്ല ഒരു പ്രസ്ഥാനത്തിന്റെ നിലപാടെന്ന് പറയുന്നത്. അല്ല, പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകളെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ? എന്താണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് പാലാ ബിഷപ്പ്? അതിനകത്ത് മതപരമായ കാര്യങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയത്തിന് അതിപ്രസരം ഉണ്ടാകുവാൻ പാടില്ല എന്നും രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മതത്തിന്റെ അതിപ്രസരം ഉണ്ടാകുവാൻ പാടില്ല എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായൊരു നിലപാടാണ്. അല്ല, ഇത് ക്രൈസ്തവർക്ക് നേരെ മാത്രമേ ഉള്ളല്ലോ, മറ്റുള്ളവർക്ക് നേരെ അത് കാണുന്നില്ലല്ലോ. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രൈസ്തവ മത നേതാക്കന്മാരുടെ നേരെ ഇത് ഈ പറഞ്ഞ നിലപാടുകളൊക്കെ കാണുന്നുള്ളൂ, മറ്റു പലർക്കും നേരെ അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെല്ലാവരും എല്ലാ കാലഘട്ടത്തിലും എല്ലാ മതമേലധ്യക്ഷനോടും വളരെ കൃത്യമായുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടും അവരുടെ അഭിപ്രായങ്ങളെ അംഗീകരിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ പെരുപ്പിച്ച് കാണിച്ച് അത് കൃത്യമായി മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിനകത്ത് ഇത്തരത്തിലൊരു ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക് ക്രൈസ്തവർക്കെതിരെ മാത്രം ഇന്ത്യയിൽ 700-ലധികം ക്രിമിനൽ അറ്റാക്കുകൾ നടന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്ററെ വർഷങ്ങളായി ജയിലിൽ അടച്ചുകൊണ്ടിരിക്കുന്ന നിയമ സംവിധാനം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അതിനെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇലക്ഷൻ വരുമ്പോൾ മാത്രം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന കപട മുഖങ്ങളെ തിരിച്ചറിയാതെ ഇതെല്ലാം നമ്മൾ കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ ഈ ന്യൂനപക്ഷങ്ങളെ ഈ കേരളത്തിലെ പ്രബലമായ 2 രാഷ്ട്രീയ മുന്നണികളും പരിഗണിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടത്തുന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തുല്യമാണെന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെയുള്ള പ്രീണനങ്ങളായിരുന്നല്ലോ ഈ കഴിഞ്ഞ 10-66 വർഷങ്ങളായിട്ട് ഇരു മുന്നണികളും മാറി മാറി ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട്. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കൊടുത്തു അല്ലെങ്കിൽ നടത്തി കൊടുത്തു എന്ന് അവകാശപ്പെടാൻ എന്തായാലും സാധിക്കില്ല. കാരണം കേരളത്തിനകത്ത് 3 മതവിഭാഗങ്ങളും ഒരേപോലെ പ്രതിദാനം ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുള്ള ഈക്വേഷൻസും അല്ലെങ്കിൽ ഈക്വാലിറ്റിയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഗണിക്കാൻ ചെയ്യാൻ. പക്ഷേ മറ്റ് ഏതൊരു രാഷ്ട്രീയ സംവിധാനത്തിനേക്കാൾ ഉപരിയായി ഐക്യജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും
കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിച്ച രീതിയിൽ ഏത് പ്രസ്ഥാനത്തിനാണ് സാധിച്ചിട്ടുള്ളതെന്ന് നിങ്ങൾ ചരിത്രത്തിലൂടെ തന്നെ പരിശോധിച്ച് മതി. കഴിഞ്ഞ 66 വർഷത്തെ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. രാഷ്ട്രീയ നേതൃത്വത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിലായാലും കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പരിഷ്കരണ സംവിധാനമായി കേരളത്തിലെ ന്യൂനപക്ഷ സംവിധാനങ്ങൾക്ക് മാറാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലഘട്ടത്തിൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഈ രംഗത്തുള്ള അവരുടെ പ്രവർത്തനങ്ങളുടെ മികവ് മനസ്സിലാക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ ഒന്നും ചെയ്തിട്ടില്ല എന്നും കഴിഞ്ഞ 66 വർഷമായി കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഇരു മുന്നണികളും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഇന്ന് നടത്തുന്ന ഈ പറയുന്ന വ്യാജ പ്രൊഫൈലുകളിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് കൃത്യമായി പറയാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ പോലെ ഈ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരെ പോലെ മതമേലധ്യക്ഷന്മാരെ കൃത്യമായി ബഹുമാനിക്കുകയും അവരുടെ അഭിപ്രായങ്ങളെ കൃത്യമായി പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇന്ത്യയിലോ കേരളത്തിലോ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് കൃത്യമായി പറയുവാനാണ്. ശ്രീ ഞാനൊരു ആശങ്ക പ്രകടിപ്പിച്ചോട്ടെ. ഇതിനകത്തൊരു കാര്യം ചാക്കോ സാറ് പറഞ്ഞതിന് സത്യം പറഞ്ഞാൽ ഒത്തിരി മറുപടി പറയാനുണ്ട്. അതിനകത്ത് നിയമപരമായ അജ്ഞത പോലും തെളിയിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഞാൻ എണ്ണി പെട്ടെന്ന് പറഞ്ഞു 80-20 പറഞ്ഞു. 80-20 മാറ്റാൻ വേണ്ടി ഇടതുപക്ഷ മുന്നണി വന്നപ്പോ കേരള കോൺഗ്രസ് പ്രബോധയാണ് ഇന്ന് ന്യൂനപക്ഷ കോർപ്പറേഷൻ ചെയർമാൻ. അത് ആ കൃത്യമായി ന്യൂനപക്ഷത്തിന്റെ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കാര്യങ്ങൾ അവിടെ അഡ്രസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്തെ പോലെ അല്ല LDF ഗവൺമെന്റ് കാലത്ത് ആ സ്കോളർഷിപ്പ് വിഷയം കൈകാര്യം ചെയ്യുന്നത്. നമ്പർ 1. നമ്പർ 2, ഇടതുപക്ഷത്തിന്റെ കാലത്താണ് ഞാൻ PSC മെമ്പർ ആയിരുന്ന ആളാണ്, അന്ന് റൂൾസ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന ആളാണ്. സാമ്പത്തിക സംവരണം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരള കോൺഗ്രസിന്റെ സാമ്പത്തിക സംവരണം വേണമെന്ന് ആശയക്കാരാ ആ മുന്നണി വന്നപ്പോ ഈ സംസ്ഥാനത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും കൂടി വന്നുകൊണ്ടാണ്. പക്ഷെ കേരളത്തിൽ അത് ഏറ്റവും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. സാമ്പത്തിക സംവരണം, ജോലിക്ക് സാമ്പത്തിക സംവരണം, PSC സാമ്പത്തിക സംവരണം, സംവരണം ഇല്ലാത്ത വിഭാഗക്കാർക്ക് എല്ലാം കൊണ്ടുവന്നു, വിത്തിൻ നോ ടൈം കൊണ്ടുവന്നു. പിന്നെ ഇവിടെ ഈ പരിസ്ഥിതി മേഖല കാര്യം പറഞ്ഞു. ഇവിടെ പട്ടയം കൊടുത്ത് ഏത് ഗവൺമെന്റ് കാലത്താണ് ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് കൊടുത്തത് ഞാൻ എടുത്തു പറയുന്നില്ല. ഇടുക്കിയിലായാലും വയനാട്ടായാലും കേരളത്തിൽ മൊത്തം ഏറ്റവും പട്ടയം കൊടുത്തത് റവന്യൂ മന്ത്രിമാര് ആരൊക്കെയായിരുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല. അന്ന് കൊടുത്ത പട്ടയമെല്ലാം ഉപാധി പട്ടയങ്ങളായിരുന്നു. പക്ഷെ അതിനുശേഷം കസ്തൂരിരംഗൻ വന്നതിന്റെ പേരിൽ കസ്തൂരിരംഗൻ കൊണ്ടുവന്ന ആരാ? കേന്ദ്ര ഗവൺമെന്റ് ആര് ഭരിച്ചപ്പോഴാ? ജയറാം രമേശ് കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴാണ്, വനം പരിസ്ഥിതി മന്ത്രി ആയിരുന്നപ്പോഴാണ്. അതിനുശേഷവും പരിസ്ഥിതിക്കാരെ കൊണ്ട് കേസ് കൊടുത്ത് ഉപാധിരഹിത പട്ടയം അല്ലെങ്കിൽ ഉപാധി പട്ടയമാണ് വരണമെന്ന് പറഞ്ഞു. EFL വന്നു, എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്. ESA വന്നു, എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ. CHR വന്നു, കാർഡ് ഹിൽ റിസർവ്. അവിടെ ഇടുക്കിയിലൊക്കെ പ്രത്യേകിച്ച് കർഷകർക്ക് പ്രശ്നമുണ്ടായി, കെട്ടിടം പ്രശ്നമുണ്ടായി, പള്ളിക്ക് പ്രശ്നമുണ്ടായി, പള്ളിക്കുടങ്ങൾ വിഷയമുണ്ടായി. ആ വിഷയങ്ങളെല്ലാം അഡ്രസ് ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലം ബഫർ സോണിന്റെ വിഷയം വന്നു. ആര് കൊണ്ടുവന്ന ബഫർ സോൺ വിഷയം? കേന്ദ്രമന്ത്രി ജയറാം രമേശ് ആണ് 10 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന് പറഞ്ഞത്. ഇവിടെ ചർച്ചയ്ക്ക് വന്നപ്പോ അന്നത്തെ ഹരിത MLA VD സതീശൻ, TN പ്രതാപനും ഉൾപ്പെടെ ഉള്ളവരെ പറഞ്ഞു 10 അല്ല വേണ്ട 12 പറഞ്ഞു. ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്നതല്ല. രാജസ്ഥാൻ വനത്തിനകത്തുണ്ടായ ഒരു കോറിയായിട്ട് ബന്ധപ്പെട്ടുണ്ടായ കേസാണ്. ആ ഹൈക്കോടതി വന്നപ്പോ ആ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ കേന്ദ്ര കോടതി വന്നപ്പോ സുപ്രീം കോടതി വന്നപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ 0 to 1 ബഫർ സോൺ എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല. ഈ ഗവൺമെന്റ് ചെയ്തത് എന്താ? അതിനെതിരെ ഏറ്റവും പ്രതികരിച്ചത് കേരള കോൺഗ്രസ് പാർട്ടി LDF ആണ്. അവിടെ സുപ്രീം കോടതി പറഞ്ഞു സാറ്റലൈറ്റ് പരിശോധന വേണമെന്ന്. നമ്മൾ പറഞ്ഞു അത് പോരാ, അത് താഴോട്ട് ഇറങ്ങി വന്ന് സ്ഥല പരിശോധന നടത്തി തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധന നടത്തി, ഇഞ്ച് ബൈ ഇഞ്ച് പരിശോധന നടത്തി. ഏറ്റവും വലിയ റിപ്പോർട്ടുണ്ടായി ആദ്യം കൊടുത്ത് കേന്ദ്രത്തിൽ കൊണ്ടേ കൊടുത്ത് കേരള കോൺഗ്രസ് LDF ആണ്. അതിനുശേഷം ഇപ്പൊ സുപ്രീം കോടതി അനുകൂലമായിട്ട് സംസാരിച്ചിരിക്കുന്നു. ഇടതുപക്ഷം ഉണ്ടാക്കിയത് വിഷയമല്ല. ഇപ്പോൾ വനങ്ങളുടെ വിഷയം. കേരളത്തിൽ 23 വനങ്ങളും 7 നാഷണൽ പാർക്കുകളും ഉണ്ട്. അതിന് ചുറ്റും ബഫർ സോൺ വേണ്ട എന്ന് പറഞ്ഞത് LDF-ഉം കേരള കോൺഗ്രസുമാണ്. ഇപ്പൊ സുപ്രീം കോടതി അനുകൂലമായിട്ട് വിധി വന്നിട്ടില്ല, അനുകൂലമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ വിഷയം ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്ത് ഞങ്ങൾ തന്നെയാണ്. എല്ലാ വനങ്ങളും ഞങ്ങൾ പോയി പരിശോധിച്ചു, അതിന് അതിർത്തി പോയി കർഷകരെ കുറിച്ച് മനസ്സിലാക്കി. 50 വർഷമായ കേന്ദ്രത്തിലെ നിയമം മാറണമെന്ന് പറഞ്ഞു. വനത്തിന് ഉള്ളിൽ ഒരു മനുഷ്യൻ കടന്നാൽ കേസാണ്. വനത്തിന് വെളിയിലേക്ക് മൃഗങ്ങൾ വന്നാൽ വീണ്ടും മനുഷ്യനെതിരെ കേസ്. 50 വർഷം ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമം മാറണം. കേന്ദ്ര ഗവൺമെന്റ് ആ നിയമം മാറ്റണം.
വനത്തിനുള്ളിൽ മൃഗങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു. വനവിസ്തൃതി കേരളത്തിൽ കൂടുതലാണ്. ദേശീയ ആവറേജ് 24.3% ആയിരിക്കുമ്പോൾ കേരളത്തിൽ 29.8% വനമാണ്. ഇവിടെ ഓരോ വർഷം വനവിസ്തൃതി കൂടുക, വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുകയാണ്. അതുകൊണ്ട് അത് കുറയ്ക്കണം എന്ന് പറഞ്ഞത് LDF-ഉം കേരള കോൺഗ്രസുമാണ്. ഇനി ചാക്കോ സാർ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നിയമം മുഴുവൻ കേരള അധികാരം, രണ്ടു കൂട്ടർക്കുള്ള അധികാരം. കൺകർ ലിസ്റ്റ് അറിയാമല്ലോ, സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകർ ലിസ്റ്റ്. കൺകർ ലിസ്റ്റിൽ പോലും കേന്ദ്രത്തിന് സംസ്ഥാന നിയമം ഉണ്ടാക്കാം. കേന്ദ്രം ഉണ്ടാക്കിയാൽ അതാ ബാധകം. ഇവിടെ മൃഗങ്ങളെ വെടിവെക്കാൻ, ആനയെ വെടിവെക്കാൻ കേരളത്തിലെ സർക്കാർ ആരുമില്ല. അപ്പൊ ഏറ്റവും ക്ഷുദ്രജീവിയാണ് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു നടന്നോ? അപ്പൊ പഞ്ചായത്തുകൾക്ക് എന്താ പറഞ്ഞേ? പഞ്ചായത്തുകൾക്ക് പന്നിയെ ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കാതെ തന്നെ പഞ്ചായത്ത് അധികാരം കൊടുക്കണം. ഞങ്ങൾ നിവേദനം നടത്തി പഞ്ചായത്ത് അധികാരം കൊടുത്തിരിക്കുക. ആ നിലയ്ക്കാണ് ഒരു പന്നിയെ കൈകാര്യം ചെയ്യുന്നത്. ഈ നാഷണൽ പുലിയെ കടുവയെ വെടിവെക്കണമെന്ന് സാറ് പറഞ്ഞാൽ നടക്കുവോ? ഇന്ത്യയെ വെടിവെക്കാൻ പറ്റുമോ? പുലിയെ വെടിവെക്കാൻ പറ്റുമോ? കടുവയെ വെടിവെക്കാൻ പറ്റുമോ? ആനയെ വെടിവെക്കാൻ പറ്റുമോ? അരിക്കൊമ്പന്റെ വിഷയം വന്നു. സംസ്ഥാനോട് ചെയ്ത ഹൈക്കോടതിയല്ലേ പറഞ്ഞ് അരിക്കൊമ്പനെ മയക്കുപൊടി പോലും വെക്കണ്ട, അവനെ പിടിച്ചുകൊണ്ട് കോടനായിട്ട് വെക്കണ്ട, അവനെ വേറെ സ്ഥലത്തോട് പിടിച്ച് മാറ്റിക്കൊണ്ട് വിട്. ഇന്നലെ വീണ്ടും പ്രശ്നം ഉണ്ടായപ്പോൾ കോടതി എന്താ പറഞ്ഞേ? അത് വേറെ എവിടെയാന്ന് സർക്കാർ തീരുമാനിക്കുക, ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒരു സ്ഥലത്ത് പിടിച്ചു കൊണ്ടേ വിടുമ്പോൾ അടുത്ത ആൾക്കാർ എതിർക്കും. എല്ലാത്തിനും ഒരു നമ്മൾ പ്രായോഗികത വേണ്ടേ? ചുമ്മാ നമ്മളെ മൃദോഷത്തിരുന്നോണ്ടല്ലേ വർത്താനം പറഞ്ഞാൽ മതിയോ? നോക്കണം, സംസ്ഥാനത്തെ നിയമപോരങ്ങൾ മാറ്റണം, അങ്ങനെ കൊണ്ടുവന്നിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും നമ്മൾ പറയിപ്പിച്ചെന്താണെന്ന് ചോദിച്ചാൽ, വനത്തിന്റെ വിഷയം കേന്ദ്രത്തിന്റെ വിഷയമാണ്. ശബരിമലയിൽ ഒരു റോഡ് ഉണ്ടാക്കണേൽ അത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം വേണ്ടേ? വനഭൂമി എടുക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ റോഡ് ഉണ്ടാക്കുന്നു. എത്ര വനഭൂമി എടുത്താൽ പകരം അത്രയും സ്ഥലത്ത് വനം വെച്ചുപിടിപ്പിക്കാൻ കേന്ദ്രത്തിന്റെ അനുവാദം കിട്ടണം. അപ്പൊ അത്തരത്തിൽ ഭരണം നടത്തുമ്പോഴേ കേന്ദ്ര നിയമം, സംസ്ഥാന നിയമം ഭരിക്കുന്നവർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ അങ്ങനെ വർത്തമാനം പറയരുത്. അപ്പൊ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, റബ്ബറിന്റെ വിഷയത്തിൽ 150 രൂപ ആദ്യം പ്രഖ്യാപിച്ചത് നമ്മുടെ പാർട്ടിയാ. അത് ഈ ഗവൺമെന്റ് ആണ് 170 ആക്കിയത്. ഇതുവരെ 1778 കോടി രൂപ റബ്ബർ ഇൻസെന്റീവ് കൊടുത്തു. ഈ ഗവൺമെന്റ് 170 ആക്കിയത്. 200 രൂപ കൊടുക്കണം കേരളം. കേന്ദ്ര ഗവൺമെന്റ് 40,000 രൂപ കട്ട് ചെയ്ത് വായ്പ എടുക്കാൻ സമ്മതിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റിനെ. 5% എടുക്കാം, 5% എടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ പറയുമ്പോൾ രാഷ്ട്രീയം പറയിപ്പിക്കരുത്. പക്ഷെ BJPക്ക് അനുകൂലമായിട്ട് സംസാരിക്കാൻ പാടില്ല. 2022 മാത്രം 598 അക്രമങ്ങളാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ ക്രിസ്ത്യ വിഭാഗങ്ങൾക്കെതിരെ ഉണ്ടായത്. ഇന്ത്യയിൽ ഓക്കെ, നമുക്ക് അതിലേക്ക് വരാം. പ്രൊഫസർ ഗ്രഹാം സ്റ്റേറ്റിന്റെ അവസ്ഥ എന്താ? മക്കളും അതിലേക്ക് വരാം. അവരുടെ ആത്മാവ് നീതി പുലർത്തുമോ? അവസ്ഥ എന്താ? എങ്ങനെ അദ്ദേഹം മരിച്ചത്? നീതി പുലർത്താൻ പറ്റുമോ? നേതാക്കന്മാർക്ക്, BJPക്ക് അനുകൂലമായിട്ട് വർത്താൻ നേതാക്കന്മാർക്ക് അതിലേക്ക് വരാം. അങ്ങ് പറഞ്ഞത് പ്രകാരം എല്ലാം കേന്ദ്രത്തിന്റെ കുഴപ്പമാണ്. മറുപടി പറയാം. ഞാൻ അതിന് മറുപടി പറയാം. ബഹുമാനപ്പെട്ട ലോപ്പസ് മാത്യു സാർ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി ഉണ്ട് എന്റെ കയ്യില്. അദ്ദേഹം പറഞ്ഞല്ലോ കേരളത്തിലെ ബഫർ സോൺ വിഷയം. ഞാൻ അവിടെ തന്നെ തുടങ്ങാം. ഈ ബഫർ സോൺ വിഷയം തുടങ്ങുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഇരട്ടക്കളി ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവത്തെ ചിത്രീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഇവിടെ ഒന്ന് അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകാം. നമുക്കറിയാം, കേരളത്തിലെ കക്കുകളി എന്നുള്ള ഒരു നാടകം അത് ക്രിസ്ത്യൻ സമുദായത്തിലെ സന്യസ്തരെ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ അപമാനിക്കുന്ന വിധത്തിൽ, അച്ഛന്മാരെ സിസ്റ്ററിനെ അപമാനിക്കുന്ന വിധത്തിലായിരുന്നു ആ നാടകം. ആ നാടകം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഇപ്പോഴും പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് കേരളത്തിലെ ഈ യുവജനോത്സവത്തിന്, സംസ്ഥാനതല യുവജനോത്സവത്തിന് ഒരു അവതരണ ഗാനത്ത് ഒരാളെ തലേക്കെട്ട് കെട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ പേരിൽ കേസെടുക്കാൻ തയ്യാറാവുന്നു. ഈ നാടകം വരുമ്പോ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ആരാണ് ഇതിനെ എതിർത്തത്? ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനം. ഇനി ഞാൻ ഇതിനെ ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. EFL എന്ന് പറയുന്ന സംവിധാനം, ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്, സാറിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കേരളത്തിൽ മാത്രമുള്ള സംവിധാനമാണ്. കേരളത്തിൽ മാത്രം ബിനോയ് വിശ്വം എന്ന് പറയുന്ന മന്ത്രിയുടെ കാലത്ത് കൊണ്ട സംവിധാനമാണ്. ഇക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ് അനുസരിച്ച് ഒരു ഭൂമി പരിസ്ഥിതിർഫലമാണെങ്കിൽ ആ ഭൂമി പിടിച്ചെടുത്ത് അതിനാവശ്യമായിട്ടുള്ള, അതിന്റെ ഉടമയ്ക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടം കൊടുത്തുകൊണ്ട് പിടിച്ചെടുക്കാനും നഷ്ടം കൊടുക്കാതെ പിടിച്ചെടുക്കാനും 2 ക്ലോസുകൾ ഉണ്ടാകും നിയമത്തിൽ.
കേരളത്തിൽ ഏകദേശം 40,000-ഓളം ഏക്കർ ഭൂമി പിടിച്ചെടുക്കുന്നതിൽ ഒരു ഒറ്റ കുടുംബത്തിന് പോലും ഒരു രൂപ പോലും നഷ്ടം കൊടുക്കാതെയാണ് ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുന്നത്. അതിൽ ആദിവാസികളുണ്ട്, ചെറുകിട നാമമാത്ര കർഷകരുണ്ട്. അത് ഞാൻ പറയുമ്പോൾ ദയവായി താങ്കൾ രണ്ടാമത് താങ്കൾ പറഞ്ഞ അല്ലല്ല, ഇത് ശരിയല്ല ലോപ്പസ് മാത്യു സാർ, ഇത് ശരിയല്ല. ഞാൻ പറഞ്ഞ ശേഷം താങ്കൾ പറഞ്ഞോളൂ, താങ്കൾക്ക് അവസരം കിട്ടുമല്ലോ. അപ്പൊ EFL നിയമം എന്ന് പറയുന്നത് കേരളത്തിലെ മാത്രം ഒരു തുഗ്ലക്ക് അല്ലെങ്കിൽ അങ്ങേയറ്റം ജനദ്രോഹപരമായ നിയമം സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്തുണ്ടാക്കിയതാണ്. കേന്ദ്രത്തെ കുറ്റം പറയരുത്. ബഫർ സോൺ വിഷയം എടുക്കുക. ബഫർ സോണിൽ സുപ്രീം കോടതി വിധി സാർ ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ എന്നാണ്, അല്ലാണ്ട് വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ എന്നല്ല. വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് സാറേ ഉണ്ടാകുക? വന്യജീവി സങ്കേതങ്ങൾ ഉണ്ടാകുന്നത് റിസർവ് ഫോറസ്റ്റ് ഉള്ളിലാണ്. 44A പാരഗ്രാഫ് എടുത്ത് സാർ വായിച്ചു നോക്ക്. വന്യജീവി സങ്കേതങ്ങൾക്ക് 1 കിലോമീറ്റർ ബഫർ സോൺ. ആ ബഫർ സോൺ എന്തായിരിക്കും? വന്യജീവികൾ സാധാരണഗതിയിൽ റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. റിസർവ് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള ഒരു വന്യജീവി സങ്കേതം, ഉദാഹരണത്തിന് 100 ചതുരശ്ര കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് ഉണ്ടെങ്കിൽ വന്യജീവി സങ്കേതം 40 ചതുരശ്ര കിലോമീറ്ററേ കാണുള്ളൂ. അതിന്റെ സെന്ററിൽ ലൊക്കേറ്റ് ചെയ്യും. ഈ 100 ചതുരശ്ര കിലോമീറ്റർ മധ്യഭാഗത്ത് ഒരു ഗ്രൗണ്ടിന്റെ നടുക്ക് ഒരു ക്രിക്കറ്റ് പിച്ച് ഉള്ളതുപോലെ അതിന് ചുറ്റും കിടക്കുന്ന വനമേഖലയാണ് അതിന്റെ ബഫർ സോൺ ആക്കി മാറ്റേണ്ടത്. കേരളത്തിൽ എന്ത് ചെയ്തു? ഈ വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി കൊണ്ട് ജനവാസ കേന്ദ്രങ്ങളിൽ വെച്ചു. എന്നിട്ട് വന്യജീവി സങ്കേതങ്ങൾക്ക് ബഫർ സോൺ വനമില്ലാതെ വന്നപ്പോൾ കോടതി പറഞ്ഞു ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഏറ്റുമുട്ടുകൾ ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നിർബന്ധമായിട്ട് 1 കിലോമീറ്റർ അതിന് ബഫർ സോൺ പ്രഖ്യാപിക്കണമെന്ന്. ആ വന്യജീവി സങ്കേതങ്ങളുടെ അതിർത്തി ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി വനത്തിനുള്ളിലേക്ക് മാറ്റിയിട്ട് അതിന്റെ ആ വനത്തിനുള്ളിൽ വെളിയിൽ കിടക്കുന്ന ബാക്കി ഭാഗം ആ വനത്തെ റിസർവ് ഫോറസ്റ്റിനെ അതിന്റെ ബഫർ സോൺ ആക്കി ഈ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനും അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റിനും അതുപോലെ തന്നെ സുപ്രീം കോടതി സമർപ്പിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം തീരും. അത് ഞങ്ങൾ പല പ്രാവശ്യം ഇവിടുത്തെ മന്ത്രിതലത്തിലും അല്ലാതെ ഉന്നയിച്ച ഒരു ആവശ്യമാണ്. ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. വൈൽഡ് ലൈഫ് ബോർഡിന്റെ സഹായത്തിൽ ചെയ്യാനും പറ്റും. അതിനുള്ള ഇച്ഛാശക്തിയുള്ള ഭരണാധികാരികൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബഫർ സോൺ വിഷയം നൽകുന്നത്. കസ്തൂരി രംഗൻ വിഷയത്തിൽ സാർ പറഞ്ഞ കാര്യം ഞാനതിന് മറുപടി പറഞ്ഞുതരാം. പറഞ്ഞോട്ടെ. കേരളത്തിലെ 123 വില്ലേജുകളിലെ 9,107 ചതുരശ്ര കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് ഉണ്ടെന്നാണ് ഉമ്മൻ കമ്മിറ്റി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ ആകെ ഫോറസ്റ്റിന്റെ അളവാണ് 9,107 ചതുരശ്ര കിലോമീറ്റർ. ആകെ റിസർവ് ഫോറസ്റ്റിന്റെ അളവാണ് 9,107 ചതുരശ്ര കിലോമീറ്റർ. അത് 123 വില്ലേജുകളിലെ ഫോറസ്റ്റ് ആക്കി രേഖപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ESA പ്രഖ്യാപനം വന്നാൽ, വിജ്ഞാപനം ഇറങ്ങിയാൽ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമി ESA ആകുകയല്ല റിസർവ് ഫോറസ്റ്റ് ആകുകയാണ് ചെയ്യുക. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്തു. അത് തിരുത്തണം. അങ്ങനെ ആവരുത്. കാരണം ഇതൊരു ക്ലറിക്കൽ എററാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല. കേരളത്തിലെ മുഖ്യ വനപാലകന്റെ കണ്ടിരിക്കുന്ന കണക്കിൽ നിന്നാണ് ഞാൻ ഈ ഉദ്ധരിച്ചത്. 9,107 ചതുരശ്ര കിലോമീറ്റർ റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ ആകെ ഫോറസ്റ്റ് വിസ്തൃതിയാണ്, 123 ഫോറസ്റ്റ് വിസ്തൃതി അല്ല എന്നുള്ളത്. അത് സാറ് മനസ്സിലാക്കണം. മറ്റൊരു സാറ് പറഞ്ഞ ആരോപണമാണ് കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ ഉണ്ട് എന്നുള്ളത്. ശരിയാണ്, നിയമങ്ങളുണ്ട്. പക്ഷെ ഒരു വെർമിനായിട്ട് ഒരു ജീവിയെ പ്രഖ്യാപിക്കുവാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ട് സാറേ. വെർമിനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഷെഡ്യൂൾ 4ലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ ജനങ്ങളെ ഇതുപോലെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്ന വിധത്തിലാണോ പരിസ്ഥിതി സംരക്ഷണം നടത്തേണ്ടത്? ജനങ്ങൾക്ക് വിലയില്ല, മനുഷ്യജീവന് വിലയില്ല, മൃഗങ്ങൾക്ക് വിലയുണ്ടെന്ന് പറഞ്ഞ ഒരു നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് നിൽക്കുകയാണ് സംസ്ഥാനത്ത് രാഷ്ട്രീയ സംവിധാനങ്ങളും ഭരണാധികാരികളും ചെയ്യേണ്ടത്. ജനങ്ങളുടെ ജീവന് വില കൊടുക്കണം. പരിസ്ഥിതി സംരക്ഷിക്കാൻ വേണ്ടി മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ ബലിയാടാക്കണോ സാറേ? ആ നിയമങ്ങളെ തിരിച്ചെഴുതുവാൻ സംസ്ഥാന ഗവൺമെന്റ് ആർജവത്തോടെ ഇച്ഛാശക്തിയോടെ ഇവിടുത്തെ സർക്കാരുകളും ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികളും ഒന്നിച്ച് നീങ്ങാൻ നടക്കില്ലേ? മറ്റ് സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് ഈ വിഷയങ്ങളില്ല? അതുപോലെ വികസനത്തിന്റെ കാര്യം സാറ് പറഞ്ഞു. വികസനത്തിന് വേണ്ടി നമ്മൾ പണം കടമെടുക്കേണ്ടി വരുമെന്ന്. സാറേ, ഇവിടുത്തെ കള്ള് കച്ചവടം കൊണ്ടും ഇവിടുത്തെ സാധാരണക്കാരന്റെ മറ്റു വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ലോട്ടറി നടത്തി ഒന്നും അല്ലല്ലോ ഒരു സംസ്ഥാനം ഭരിക്കേണ്ടത്. അതൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ സംസ്ഥാനത്ത് ദീർഘകാല അടിസ്ഥാനത്തിൽ റവന്യൂ ഇൻകം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള എന്തെല്ലാം സംരംഭങ്ങൾ ഇവിടെ തുടങ്ങുന്നുണ്ട്, എന്തുമാത്രം വരുമാനമുണ്ട്. ഒരുപാട് സംരംഭങ്ങൾ തുടങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ അതിന്റെ വരുമാനം എവിടെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സംസ്ഥാനത്തെ ദീർഘകാല അടിസ്ഥാനത്തിൽ വിഭാവനം ചെയ്ത് അതിനാവശ്യമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളും പണവും കണ്ടെത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അല്ലാണ്ട് കടമെടുക്കാൻ അവസരം കിട്ടില്ല എന്ന് പറയുന്നതാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന്റെ മികവെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കരുത്. സംസ്ഥാനത്ത് ഇവിടെ വ്യവസായങ്ങൾ ഇല്ലാതെ പോകുന്നത്, ഇവിടെയുള്ള വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ വെളിയിലേക്ക് പറിച്ചു നടപ്പെടുന്നത് എന്തുകൊണ്ടാണ് സാറിന് നല്ലപോലെ അറിയാമല്ലോ. അപ്പൊ ഇവിടെ ഒരു വ്യവസായ സംരംഭത്വം ആരംഭിക്കുന്ന ഒരു വിദേശത്ത് വന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന് പോലും ആത്മഹത്യ ചെയ്യേണ്ടി വന്ന
സംസ്ഥാനമാണ് സാറേ കേരളം. അയാൾ അധ്വാനിച്ചു കൊടുക്കുന്ന പണം പോലും മുടക്കാൻ കഴിയാതെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇത്തരം വിഷയങ്ങളെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഏകപക്ഷീയമായിട്ട് ചിന്ത പാടില്ല, മറിച്ച് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിശാലാടിസ്ഥാനത്തിൽ അതിനെ കാണാൻ കഴിയണം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ BJP സർക്കാർ വന്നിരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, വികസനങ്ങൾ നടക്കുന്നില്ലേ? പണം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ, വികസനങ്ങൾ ഉണ്ടാകുന്നില്ലേ? പണം എവിടെ നിന്നുണ്ടാകുന്നു? പ്രൊഫസർ ലോപ്പസ് മാത്യുവിനോട് ഒരു ചോദ്യം കൂടെ. ഈ ഉത്തരേന്ത്യയിൽ നടന്ന ചില സംഭവങ്ങൾ, ഗ്രഹാം ഷെയ്ൻസിനെയും 2 മക്കളെയും കൊല ചെയ്തത്, അതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ചില അക്രമങ്ങൾ ഉണ്ടായത്, അതുപോലെ ഫാദർ സ്റ്റാൻ സ്വാമി മരണപ്പെട്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ ഈ ഇടത് വലത് മുന്നണികളുടെ 2 കൂട്ടരുടെയും സൈബർ പോരാളികൾ അവരിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. BJP വന്നാൽ ഇതാണ് ഫലം, കേരളത്തിൽ ഇതായിരിക്കും അവസ്ഥ, ഇത് നിങ്ങൾക്ക് ഓർമ്മ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് നിങ്ങൾ 2 കൂട്ടർക്ക് നിങ്ങൾ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടി ചെയ്ത നന്മകളെ എണ്ണി പറഞ്ഞ് നിങ്ങളിലേക്ക് അവരെ കൂടുതൽ അടുപ്പിച്ചുകൂടാ? അതെന്താ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്ത നന്മകളെ കുറിച്ച് പറയൂ. അതെല്ലാം ഞാൻ പറഞ്ഞില്ല, അതിന് 100 കൂട്ടം കാര്യങ്ങളുണ്ട്. സാമ്പത്തിക സംവരണം ഉൾപ്പെടെ, അല്ലെ വനത്തിലെ കാര്യം ചാക്കോ സാർ പറഞ്ഞതൊന്നുമല്ല ശരി. വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ വനം കൂടുതലാന്നേ, അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ കൂടുതലാന്നേ. നമുക്ക് തന്നെ വന്യമൃഗങ്ങളെ വെടിവെക്കാൻ കേരളത്തിന് അധികാരം ഉണ്ടെന്ന് ചാക്കോ സാർ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അധികാരം ഇല്ല. അതുകൊണ്ടാണ് കേന്ദ്രത്തിലെ 50 വർഷം നിയമം മാറണമെന്ന് നമ്മൾ പറയുന്നത്. ഒരു സ്റ്റേറ്റ് വിചാരിച്ചാൽ മാറുമോ? ഈയുടെ സംസ്ഥാന ഗവൺമെന്റ് 2 നിയമം ഉണ്ടാക്കി. ഇവിടുത്തെ ഗവർണർ ഒപ്പിട്ടോ? എന്താ ഒപ്പിടിക്കാത്ത? 10ഓളം നിയമങ്ങൾ ഇപ്പോഴും ഒപ്പിടാൻ കിടക്കുക. അപ്പൊ സംസ്ഥാനത്ത് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിലെ കേന്ദ്രവും പ്രധാനപ്പെട്ട സംഭവം. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് അവിടെയാ കിടക്കുന്നത്. അധികാരം മുഴുവൻ അവിടെയാ. ഇവിടെ വികസനത്തിന് എടുക്കാൻ പറ്റിയല്ല. അപ്പൊ ഈ വിഷയമൊക്കെ സാറുമായിട്ടൊരു 3-4 മണിക്കൂർ ചർച്ച ചെയ്യാം. ഞാൻ പറഞ്ഞു, ഇപ്പൊ ഇവിടെ പറയുമ്പം ഒരു സംശയം വേണ്ട, അതിൻ്റെ അകത്ത് LDF UDF രാഷ്ട്രീയം അല്ല വിഷയം. നമുക്കറിയാലോ, കേന്ദ്ര ഗവൺമെന്റ് BJP ഇപ്പം അവര് ന്യൂനപക്ഷ വിരുദ്ധ രാഷ്ട്രീയമല്ലേ കളിച്ചുകൊണ്ടിരുന്നത്. അവര് മുസ്ലിം വിരുദ്ധ, ക്രിസ്ത്യൻ വിരുദ്ധ, നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും ഉൾപ്പെടെ അവിടെ പോയി കിടക്കും. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ? സ്റ്റാൻ സ്വാമി മരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, 1 വർഷം ഈ 2020 മാത്രം 592 പേരാണ് ആക്രമണം ഉണ്ടായത്. നമ്മളത് മോശമല്ലേ? പക്ഷെ സാറ് പറഞ്ഞു ഒരു ഞാൻ ചോദിക്കുന്നത് എന്നാന്നറിയോ, ഇതെല്ലാം അവരെ ഈ പ്രധാനമന്ത്രിയെയും ഈ കേന്ദ്ര നേതാക്കൾ വരുന്നത് നല്ലതാ. അവരെ മേശപ്പുറത്ത് ഇരുത്തണം, ആശങ്ക പറയണം, ന്യൂനപക്ഷത്തിന് പ്രൊട്ടക്ഷൻ ഉണ്ടാണെന്ന് പറയാം. അല്ല, അത് അനധികൃതമായിട്ട് ചർച്ച കടന്നുകൊണ്ട് സംശയമില്ല. റബ്ബറിന്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടും ഇവരെ ചർച്ച ചെയ്യുന്നത് നല്ലതാ. കാരണം റബ്ബർ ബോണ്ടിന്റെ കാര്യം പറയണം, താങ്ങുവില പറയണം, ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ കാര്യം പറയണം, എക്സ്പോർട്ടിന്റെ കാര്യം പറയണം, റബ്ബർ വ്യവസായത്തിന്റെ കാര്യം പറയണം. അപ്പൊ അതൊക്കെ ഒരു സംശയം വേണ്ട. അതിനകത്ത് കുറയ്ക്കണ്ട. മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് അത്യാവശ്യം പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങ് ലീവ് ആയിക്കോളൂ. ഡോക്ടർ ചാക്കോ കളപ്പറമ്പിൽ ഉന്നയിച്ച ഈ ചോദ്യത്തിന് അഡ്വക്കേറ്റ് സുശീൽ ഗോപാലിന്റെ മറുപടി ഒന്ന് കേൾക്കാം. സ്വാഭാവികമായിട്ടും നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ സൈബർ ഇടങ്ങളിൽ വ്യാപകമായി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാഗത്തു നിന്നൊക്കെ കൃത്യമായി BJP-യുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് എടുത്തു പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈസ്റ്റർ ദിനത്തില് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രൈസ്തവ കുടുംബങ്ങളിലും സന്ദർശനം നടത്തുന്ന അതേ BJP-യുടെ നേതാക്കന്മാർ തന്നെയാണ് കർണാടകയിൽ, അതേ BJP-യുടെ മന്ത്രിയാണ് കർണാടകയിൽ ക്രൈസ്തവരുടെ കാല് തല്ലിയോടിക്കണമെന്ന് പറയുന്നത്. അതേ BJP-യുടെ സർക്കാരാണ് ഒഡീഷയിലെ ഗ്രഹാം സ്റ്റെയിന്റെയും കുടുംബത്തെയും ചുട്ടുകൊന്ന കേസിലെ പ്രതിയെ കേന്ദ്രമന്ത്രിയാക്കി വെച്ചിട്ടുള്ളത്. അതേ BJP-യുടെ നേതാക്കന്മാരാണ് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലും ഉത്തരേന്ത്യയിലും ക്രൈസ്തവ സഭകൾക്കെതിരെ, പള്ളികൾക്കെതിരെ കൃത്യമായ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം അതേ സംഘപരിവാറിന്റെ RSSന്റെ നേതാക്കന്മാരാണ്. മദർ തെരേസ മതപരിവർത്തനം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ചാരിറ്റി നടത്തിയിരുന്നത് എന്ന് പറയുന്നത്. അതേ RSS തന്നെയാണ്, അതേ BJP തന്നെയാണ് മദർ തെരേസയുടെ നോബൽ സമ്മാനം തിരിച്ചെടുക്കണമെന്ന് പറയുന്നത്. അതേ RSS തന്നെയാണ് ഇന്ത്യയിൽ ഹൈന്ദവ ഭാരതമായി രാജ്യമാക്കി ഇന്ത്യയെ മാറ്റണമെന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇത്ര ശതമാനം വോട്ട് ബാങ്ക് ഞങ്ങൾക്ക് ലഭിക്കണമെന്നതിന്റെ ഒരു രാഷ്ട്രീയ അജണ്ട ലാക്കാക്കിക്കൊണ്ട് ക്രൈസ്തവ ആരാധനകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നാട്ടിലെ പ്രബുദ്ധരായ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കൃത്യമായി തുറന്നു കാണിക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ സംഘടന എന്ന നിലയിൽ
ഐക്യജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിന്റെയും ചുമതലയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സൈബർ ഇടങ്ങളിൽ കൃത്യമായി അവരുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 66 വർഷത്തെയോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളെ തമസ്കരിക്കുക മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സർക്കാർ അവരുടെ പാഠപുസ്തകങ്ങളിൽ നിന്നും മുഗൾ ഭരണകാലത്തെ പാഠവിഷയങ്ങൾ മുഴുവനായി എടുത്തു മാറ്റുന്നത്. അങ്ങനെ ഒരു ഏക മത ധ്രുവീകൃതമായ രാജ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുന്നതിന്റെ ഭാഗമായി മാത്രമാണ് ഇന്നേ വരെ ഒരു അക്കൗണ്ട് തുറക്കാത്ത കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നുള്ള വ്യാമോഹവുമായി കേന്ദ്രത്തിലെയും കേരളത്തിലെയും BJP നേതാക്കന്മാർ വ്യാപകമായി പ്രചരണം നടത്തുമ്പോൾ കഴിഞ്ഞ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 75 വർഷങ്ങളിൽ 74 വർഷവും ഇന്ത്യയിൽ ഈസ്റ്റർ ആഘോഷിച്ചിരുന്നു. BJP രൂപീകൃതമായതിനു ശേഷവും എല്ലാ വർഷവും ഇന്ത്യയിലും കേരളത്തിലും ഈസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത രീതിയിലുള്ള വ്യാപകമായ പ്രചരണങ്ങളും മലയാറ്റൂർ സന്ദർശനം നടത്തുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട് പോസ്റ്റർ അടിച്ചിറക്കിയ അവസാനം 3 കിലോമീറ്ററുള്ള യാത്ര 300 മീറ്ററിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ ദൈന്യതയിലേക്ക് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വ്യാജ പ്രവർത്തികളൊക്കെ കൃത്യമായി കേരളത്തിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ വോട്ടർമാർ തിരിച്ചറിയാതിരിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ബഫർ സോണുമായി ബന്ധപ്പെട്ട അവസാനം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ബഫർ സോണില് കൃത്യമായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിനകത്ത് അതിലേക്ക് വരാം. അത് അവിടെ നിൽക്കട്ടെ. അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ഈ ഉത്തരേന്ത്യയിലെ പീഡനങ്ങൾ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്, അത് പ്രൊജക്ട് ചെയ്യുന്നുണ്ട്, അതിനെ ആരും നിഷേധിക്കുന്നില്ല, അത് ഉള്ളതാണ്. പക്ഷേ ഈ പറയുന്ന കേരളത്തിൽ നിന്നാണ് 22 പേര് ആഗോള തീവ്രവാദ സംഘടനയായ ISIS ചേരാനായിട്ട് പോയത്. താലിബാൻ ഒരു വിസ്മയമാണെന്ന് പറഞ്ഞത് ഈ കേരളത്തിലാണ്. അവലും മലരും കുന്തിരക്കോ ഒക്കെ വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ, നിന്റെയൊക്കെ കാലന്മാര് വരുന്നുണ്ടെന്ന് മുദ്രാവാക്യം വിളിച്ചതും ഈ കേരളത്തിലാണ്. അതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംഘപരിവാർ രാഷ്ട്രീയം, അതായത് ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടക്കം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ജീവനും അവരുടെ സ്വത്തിനും അവരുടെ ജീവിതത്തിനും ഭീഷണിയാണെന്നുള്ള വ്യാപകമായ പ്രചരണം അവരുടെ സംഘടനയിലൂടെയും അവരുടെ പോഷക സംഘടനയിലൂടെയും സംഘപരിവാർ പ്രചരണ രീതികളിൽ പ്രചരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചെറു ന്യൂനപക്ഷമെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്, അവർക്ക് വഴിതെറ്റി പോകുന്നുണ്ട്. കാരണം വ്യാപകമായി 2014 ശേഷം നിങ്ങൾ പരിശോധിച്ച് നോക്കണം, കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഏത് വിഷയത്തെയും നമ്മൾ സംസാരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തില് ഏറ്റവും മലീമസമായ രീതിയിലേക്ക് കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ മേഖലയെ പരിച്ചെടുത്തതാരാ? ഇന്ത്യയില് ഈ പറയുന്ന മതത്തിന്റെ പേര് ഭരണത്തിൽ വന്ന BJP ആണ്, സംഘപരിവാറാണ്. അപ്പൊ അതിനെ കൃത്യമായി തിരിച്ചറിയേണ്ടത് നമ്മളല്ലേ? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, എന്നും ഇങ്ങനെ തമ്മിലടിച്ച് നിന്നാ മതിയോ? ഇപ്പൊ പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കന്മാര് മതന്യൂനപക്ഷങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ, ഇപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ ഡൽഹിയിലെ ദേവാലയത്തിൽ വരുന്നു, അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ബിഷപ്പുകാരുമായിട്ട് ഒക്കെ ചർച്ച നടത്തുന്നു. അപ്പൊ ഇതൊക്കെ പരസ്പരം തെറ്റിദ്ധാരണകൾ മൂലം അകന്നു നിൽക്കുന്ന ആ രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ കൂടുതൽ ഒരു അനുരഞ്ജനത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗമായിട്ട് നമ്മൾ കാണുകയല്ല വേണ്ടത്? അതോ എല്ലാ കാലവും ഇങ്ങനെ ഏതിനെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്? ഏതിനെയാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്? കേരളത്തിലെ മാത്രം 5 ക്രൈസ്തവ സഭകളുടെ അക്കൗണ്ട് മേലെ ED അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സഭകളെല്ലാം കേരളത്തിൽ നടത്തുന്ന വിദ്യാഭ്യാസ ചാരിറ്റി പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് അറിയാത്തതല്ലോ. അതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ ഫണ്ട് വരുന്ന മേഖലകളാണ് അതൊക്കെ. അതടക്കം അടച്ചുപൂട്ടിക്കൊണ്ട് അവരെ പ്രവർത്തന മേഖലകളെ മുഴുവനായി ഇല്ലാതാക്കിക്കൊണ്ട് അവരെ ഭയത്തിന്റെ മുഴുവനെയും നിർത്തിക്കൊണ്ടാണോ ചർച്ചയ്ക്ക് വിളിക്കുന്നത്? അതാണോ തെറ്റിദ്ധാരണ എന്ന് നിങ്ങൾ പറയുന്നത്? സ്വത്തുക്കൾ ആരെങ്കിലും സമ്പാദിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അതിനെ സ്വാഗതം ചെയ്യുകയാണ്, അതിനാക്കരുതിലൊന്നും ഒരു സംശയവുമില്ല. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭയത്തിന്റെ മുൾമുനയെ നിർത്തിക്കൊണ്ട് നമ്മളെ ചർച്ചയ്ക്ക് വിളിപ്പിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് പ്രസ്താവന അർപ്പിക്കുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യം. അതിലാർക്കാണ് സാറേ ഭയം? കനമുള്ളവനല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, കനമുള്ളവര് പേടിച്ചോട്ടെന്നേ. അതാണ് പറഞ്ഞത്. അങ്ങനെ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും വിളിച്ചിറക്കുമ്പോ കൃത്യമായി നമ്മൾ അതിനെ പ്രതിരോധിക്കേണ്ടേ? അത്തരത്തിൽ കനത്തിൽ മടിയുള്ളവർ മാത്രമല്ലല്ലോ ഇന്ത്യയിൽ. അല്ലാത്തവർക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലാത്തവർക്ക് എന്തിനാ ആരെ പേടിക്കണം?
സ്വാഭാവികമായിട്ടും ഇത് മടിയിൽ കനമുള്ളതിന്റെ വിഷയമല്ലല്ലോ. മടിയിൽ കനമുള്ളതിന്റെ വിഷയമല്ല ഇതിനകത്ത്. ഈ കർദിനാളിനെതിരെയൊക്കെയുള്ള ED അന്വേഷണത്തെ ഭയന്നിട്ടാണ് ഇപ്പോൾ BJP അനുകൂല നിലപാടുകൾ അവർ പറയുന്നത് എന്നാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആരോപണം. അതുകൊണ്ട് പറയുന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നേതാവും അത്തരത്തിൽ സൂചിപ്പിച്ചിട്ടില്ല, ഒരിക്കലും അങ്ങനെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത്തരത്തിലൊരു കാരണം മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ അവരുടെ അക്കൗണ്ടുകളെല്ലാം കൃത്യമായി ഫ്രീസ് ചെയ്യാവുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഞാൻ പറയുന്നത് അത് സഭ മേലധ്യക്ഷന്മാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അവരെ ബാധിക്കുന്ന വിഷയമല്ല. സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചേരേണ്ട സേവന മേഖലകളെയാണ് ഇല്ലാതാക്കുന്നത്. അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത് BJPയുടെ ഇരട്ടാത്താപ്പ് എന്ന് പറയുന്നത് അവിടെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതും അവിടെയാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം ഈസ്റ്റർ ആശംസകളുമായി ക്രൈസ്തവ വീടുകളിലേക്കും ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും പോയ അതേ നേതാക്കന്മാർ തന്നെയാണ് സൈബർ ഇടങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റിലോട്ടിരുന്നത്. അതൊക്കെ ഇപ്പൊ പിൻവാങ്ങിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരു സീറ്റ് ലഭിക്കുമോ എന്ന് നോക്കിക്കൊണ്ട് നടത്തുന്ന ഇത്തരം ഇരട്ടത്താപ്പുകളെ കേരളത്തിലെ പ്രബുദ്ധമായ വോട്ടർമാർ കൃത്യമായി തിരിച്ചറിയുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, അങ്ങയുടെ അവസാനമായിട്ടൊരു ചോദ്യം. ഈ കേന്ദ്രം റബ്ബറിന് 300 രൂപയാക്കിയാൽ കേരളത്തിലെ ക്രൈസ്തവര് BJPക്ക് വോട്ട് ചെയ്യും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ. ചുരുങ്ങിയ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഞാൻ ഇവിടെ കേട്ടില്ല. അതായത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രത്തിലൂടെ EDയുടെ അന്വേഷണം ഒഴിവാക്കാൻ വേണ്ടിയാണ് അഭിവന്ദ്യ പിതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവന ഇറക്കിയെന്ന് പറഞ്ഞതിന്റെ മറുപടി ഇവരാരും പറഞ്ഞ് ഞാൻ കേട്ടില്ല. അദ്ദേഹം അത് നിഷേധിച്ചു. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുമായി BJP സംസാരിച്ചു, അല്ലെ BJP എടുത്തു പോയി ജമാഅത്തെ ഇസ്ലാമി ഒരു സന്ധി സംഭാഷണം നടത്തി, അല്ലെങ്കിൽ അവർ തമ്മിൽ ചർച്ച നടന്നു. ആ ചർച്ച നടന്ന സമയത്ത് ആരും പറഞ്ഞു കേട്ടില്ലല്ലോ EDയെ ഒഴിവാക്കാൻ വേണ്ടി ചെന്നതാണെന്ന്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചില സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അപമാനിക്കുന്നത്? അപ്പൊ ഇവിടെ വസ്തുത മനസ്സിലാക്കേണ്ടത്, ഒരു പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു സഭാ നേതാവിന് നന്മ പറയാൻ പാടില്ല എന്ന് പറയുന്നെങ്കിൽ അത് എന്ത് ജനാധിപത്യമാണ്? ആ പ്രധാനമന്ത്രിയുടെ നന്മയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം ഒരു നല്ല ലീഡറാണ്, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ആളാണ്, ലോകം അംഗീകരിച്ച ലീഡറായി മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞതിൽ അസഹിഷ്ണുത എന്തിനാണ്? അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, നമ്മുടെ പ്രധാനമന്ത്രിയല്ലേ. ആ പ്രധാനമന്ത്രിയെ കുറിച്ച് പറഞ്ഞതിനകത്ത് എന്തിനാണ് ഇത്തരത്തിലുള്ള ദുർവായനകൾ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. JB കോശി കമ്മീഷൻ പുറത്തുവിടട്ടെ, കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടട്ടെ, ജസ്റ്റിസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ഇവര് പുറത്തുവിടട്ടെ. JB കോശി കമ്മീഷൻ പിന്നോക്കക്കാരായ ക്രൈസ്തവ സമൂഹത്തെ വേണ്ടി പഠിക്കാൻ, മുന്നോക്കക്കാരായ ക്രൈസ്തവ സമൂഹത്തെ പഠിക്കാനായിരുന്നല്ലോ. ആ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ പഠിച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് പുറത്തുവിടട്ടെ. അപ്പോൾ മനസ്സിലാവും ക്രൈസ്തവ സമുദായം, ഈ സമുദായത്തിലെ 70% അധികം ആളുകൾ, അല്ലെങ്കിൽ 70% ആളുകൾ യഥാർത്ഥത്തിൽ ഒരു അദൃശ്യ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്ന സമുദായമാണിത്. അതിന് കാരണമുണ്ട്. നമ്മുടെ സാധാരണ BPL മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ ഇവർ ഒരു പക്ഷേ BPLന്റെ ലൈനിൽ വരുന്നില്ല. ഇവർക്കൊരു ചെറിയ വീടുണ്ടാവും, അല്ലെങ്കിൽ അവർക്കൊരു ചെറിയ വാഹനം ഉണ്ടാവും, അവരുടെ വീട്ടിൽ ചിലപ്പോൾ ഒരു ഫ്രിഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു TV ഉണ്ടാവും. ഇതൊക്കെ ഒന്നുകിൽ ഫിനാൻഷ്യൽ എന്റർപ്രൈസുകളുടെയോ അല്ലെങ്കിൽ ബാങ്കിന്റെയോ സംഭവങ്ങളാണ്. അവൻ ലോൺ എടുത്ത് വാങ്ങിയതാണ്, സമൂഹത്തിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. അങ്ങനെ നിരാധരരായി കഴിയുന്ന സാധാരണക്കാരായ ആളുകൾ, അങ്ങനെ നിർധനരായി കഴിയുന്ന 70% വരുന്ന BPLന്റെ അദൃശ്യ ദാരിദ്ര്യം അനുഭവിക്കുന്ന സമൂഹം, ആ സമൂഹത്തിനെ അഡ്രസ് ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും അതിന് തന്റെ ഇടത്തോടെ മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പരിഗണന കൊടുക്കാൻ തക്കവിധം വിവരവും വിവേകമുള്ളവരാണ് സമുദായാംഗങ്ങൾ. അവർ ചിന്തിച്ചും പഠിച്ചും വോട്ട് ചെയ്യാൻ പ്രാപ്തരാണ്. ഇവർ ഈ 66 വർഷക്കാലം ഇവർക്ക് വോട്ട് ചെയ്തില്ലേ? ഔട്ട് ചെയ്തിട്ട് അവർ കിട്ടിയ അനുഭവങ്ങൾ അവർ കണ്ടില്ലേ? ആ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കബളിപ്പിക്കപ്പെടുന്നല്ലോ, ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരണമെന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇതിനു വേണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പുലി വരുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു നിർത്താൻ എത്ര കാലം സാധിക്കും? അപ്പൊ ഏത് ഭരണ സംവിധാനമാണോ, ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ മാനിച്ചേ ഇന്ത്യൻ പൗരനോട് ജീവിക്കാൻ കഴിയുള്ളൂ. അത് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. അത് പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യയിൽ ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും സ്വാഭാവികമായിട്ടും ആ പാർട്ടി അല്ലെങ്കിൽ ആ ഭരണ സംവിധാനങ്ങള് ഞങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയുമ്പോൾ അത് അഡ്രസ് ചെയ്യാൻ തയ്യാറായ ജനങ്ങൾ ആ തരത്തിൽ ചിന്തിക്കും. അത് കബളിപ്പിക്കലാണെന്ന് മനസ്സിലാക്കിയ ജനങ്ങൾ തിരിച്ചു ചിന്തിക്കും.
അതിനുള്ള സവിശേഷ ബുദ്ധിയും അതിനാവശ്യമായിട്ടുള്ള പ്രായോഗിക ജ്ഞാനമുള്ളവരാണ് കേരളത്തിലെ വോട്ടർമാരായിട്ട് ക്രൈസ്തവ സമൂഹം. അവർ വിദ്യാസമ്പന്നരാണ്, അവർ സാമ്പത്തികമായി സമ്പന്നരല്ലെങ്കിൽ പോലും ആ വിദ്യാസമ്പന്നരുള്ള അവർക്ക് ചിന്താശക്തി ഉള്ളവരാണ്. അതുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ എല്ലാ സമുദായങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തയ്യാറാകുന്ന ഏതൊരു സംവിധാനത്തോടും ചേർന്ന് നിൽക്കുക എന്നുള്ളത് അത് കരണീയമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മള് ഈ നോർത്ത് ഇന്ത്യയിൽ പീഡനം ഉണ്ടാകുന്നു, ശരിയാണ്, അത് അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ നോർത്ത് ഇന്ത്യയിൽ പീഡനം ഉണ്ടാകുന്നു പറഞ്ഞ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത് പീഡനമല്ലേ? അത് ഒരു ശാരീരികമായ പീഡനമാണെങ്കിൽ ഇത് മാനസികമായ പീഡനമാണ്. അപ്പൊ ഇത് രണ്ടും പീഡനം തന്നെയാണ്, പീഡനത്തിൽ രണ്ട് തലങ്ങളാണെന്നേ ഉള്ളൂ. കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊന്നും നോർത്ത് ഇന്ത്യയിൽ ഇതുപോലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് പറയാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്, ഇതും അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ച് ഇവരെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി അതിനുള്ള പരിഹാരം കണ്ടെത്താനല്ലേ രാഷ്ട്രീയ സംവിധാനങ്ങൾ മുതിരേണ്ടത്. മറിച്ച് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മിണ്ടാണ്ടിരുന്നോണം, കാരണം നോർത്ത് ഇന്ത്യയിൽ നിങ്ങളുടെ പീഡനം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാവുമോ? അത്തരത്തിലുള്ള ചോദ്യമാണ് എനിക്കിവിടെ ചോദിക്കാൻ. തീർച്ചയായിട്ടും ഇനിയും ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. വരും നാളുകളിൽ വളരെ പ്രസക്തമായ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭയ്ക്ക് കക്ഷി രാഷ്ട്രീയമില്ല, എന്നാൽ കൃത്യമായ രാഷ്ട്രീയം എല്ലാ കാലങ്ങളിലും സഭ എടുത്തിട്ടുണ്ട്, ഇനിയും അത് എടുക്കുക തന്നെ ചെയ്യും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. തീർച്ചയായിട്ടും അതൊരു നന്മയാണ്. മുൻപോട്ടും അങ്ങനെയുള്ള നല്ല ചർച്ചകളൊക്കെ ഉണ്ടാകട്ടെ. എല്ലാ സമുദായങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യവും ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ലഭിക്കണം. അതിനു പകരം ഇടത് വലത് മുന്നണികളിൽ നിന്നുണ്ടായ പല തിക്ത അനുഭവങ്ങളുടെയും പേരിൽ ഇപ്പോൾ ക്രൈസ്തവരെല്ലാം കൂടെ കൂട്ടത്തോടെ BJP-യിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് സംഘികൾ എന്ന് ചാപ്പ കുത്തുന്ന ആ അനപലക്ഷണീയമായിട്ടുള്ള പ്രവണതയെ മാറ്റി തീർച്ചയായിട്ടും ഇവിടുത്തെ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുവാനായിട്ട് കൂടുതലായിട്ട് അതിനുവേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് തയ്യാറായാൽ നമുക്ക് മുൻപോട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതായാലും വളരെ കാര്യക്ഷമമായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേരും പ്രൊഫസർ ലോപ്പസ് മാത്യു, ഡോക്ടർ ചക്കോകാള പറമ്പിൽ, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, 3 പേർക്കും നന്ദി.